ഗ്രീൻ ഹൗസ് ക്ലീനിങ് അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. പക്ഷേ രോഹിത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവോ? അറിയാൻ സാധ്യതയില്ല. പക്ഷേ പച്ച വീട്ടിൽ പ്രശ്നേഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. ഞാൻ ചോദിക്കുന്നത്, ഈ പച്ച വീട്ടിൽ പ്രശ്നേഷ് എന്ന് പറയുന്ന രോഹിത് അത്ര വലിയ പ്രശ്നക്കാരനാണോ? ഞാനിങ്ങനെ ചോദിക്കാൻ കാരണം, ഈ രോഹിത് എന്ന് പറഞ്ഞ വ്യക്തി ചെയ്യുന്ന വീഡിയോകളിൽ ചിലപ്പോൾ ഒരു 90% മിക്കവാറും ഇച്ചിരി ഓവർ വൃത്തിയും കാര്യങ്ങളും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം പൊട്ടത്തരമായിട്ടൊക്കെ തോന്നായിരിക്കും. 90% അങ്ങനെ തന്നെ ആകാനാണ് സാധ്യത എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ പറയാൻ വരുന്നത്, ഇദ്ദേഹത്തിൻ്റെ വീഡിയോ എടുത്തിട്ട് ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നുണ്ട്, പലരും ട്രോൾ ചെയ്യുന്നുണ്ട്. ആയിക്കോട്ടെ, അവരുടെയൊക്കെ സൗകര്യം. ഇപ്പം ഞാൻ ഇതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത് അതും എൻ്റെ സൗകര്യം. ഇതെല്ലാം ഉദരനിമിത്തം ബഹിർകൃത വേഷം എന്ന് പറയുന്നത് തന്നെയാണ്, സമ്മതിച്ചിരിക്കുന്നു. ഈ രോഹിത്തിനെയും രോഹിത്തിൻ്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നവരെയും രോഹിത്തിൻ്റെ വീഡിയോയുടെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുന്നവരെയും വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇവരിൽ ആരായിരിക്കാം ഭേദം? അല്ലെങ്കിൽ ഇതിലാരായിരിക്കാം നല്ലതും ചീത്തയും? ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് നോക്കിയിട്ട് അതിൽ രോഹിത് തന്നെയാണ് മാന്യൻ. ഞാനിങ്ങനെ പറയാൻ കാരണം, രോഹിത്തിൻ്റെ ഒരുമാതിരിപ്പെട്ട വീഡിയോകളൊക്കെ ഞാൻ കണ്ടു നോക്കി. പക്ഷേ രോഹിത്തിൻ്റെ സംസാരത്തിൽ നിന്ന് ഇതുവരെ ഒരു അസഭ്യ വാക്കുകൾ പോലും ഞാൻ കേട്ടിട്ടില്ല. അതേസമയം ഈ റിയാക്ട് ചെയ്യുന്നവരുടെയും കമൻറ്റ് ചെയ്യുന്നവരുടെയും വാക്കുകളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. നല്ല നല്ല വാക്കുകളല്ലേ വരുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ തമ്മിൽ ഭേദം ആരാ? രോഹിത് തന്നെ, ശരിയല്ലേ? ഞാൻ ഈ അസഭ്യമായിട്ടുള്ള വാക്കുകളെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന വാക്കുകളല്ല. അതായത് അവൻ എന്നാ മണ്ടനാ, അവൻ എന്നാ വൃത്തികെട്ടവനാ, അവൻ വെറും പൊട്ടനാണോ, ഇങ്ങനെയൊക്കെ ചോദിക്കുമല്ലേ, അങ്ങനെയുള്ള വാക്കുകളല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഒരു വ്യക്തിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ബോഡി ഷേമിങ് ഉൾപ്പെടെ അവർ വീട്ടിൽ ഇരിക്കുന്നവരെ പറയാറുണ്ട്. പിന്നെ അതുപോലെ ഈ റിയാക്ട് ചെയ്യുന്ന ചില ആളുകളുടെയൊക്കെ വായിൽ നിന്ന് വീഴുന്നത് കേൾക്കണം. പച്ചത്തെറിയും പിന്നെ നമ്മുടെ ചില ലൈംഗിക അവയവങ്ങൾ വെച്ചിട്ടുള്ള പേരുകൾ വരെ, അല്ലെങ്കിൽ ലൈംഗിക ചുവയോട് വരെയാണ് ഇവർ സംസാരിക്കുന്നത്. അത്രയ്ക്കും മാന്യമല്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. അത് ശരിയല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. റിയാക്ട് ചെയ്തോ, അത് ഞാനും ചെയ്യാറുണ്ട്. പക്ഷേ ഈ ആളുകൾ എത്രയൊക്കെ എന്നൊക്കെ വാക്കുകൾ ഉപയോഗിച്ച് റിയാക്ട് ചെയ്തെന്ന് പറഞ്ഞാലും, രോഹിത് പിന്നീട് ഈ റിയാക്ട് ചെയ്തവരുടെ വീഡിയോ എടുത്തിട്ട് പുള്ളി ഒരു മറുപടി പറഞ്ഞാൽ പോലും പുള്ളിയുടെ വായിൽ നിന്ന് അങ്ങനെയുള്ളൊരു വാക്കുകൾ വീഴുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ഒരു മനുഷ്യന് ഇത്രയും കുറ്റം പറഞ്ഞിട്ടും ഇത്രയും വാക്കുകൾ ഉപയോഗിച്ച് ഇത്ര ആക്ഷേപിച്ചിട്ടും അങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. സമ്മതിച്ച് ഒരു പക്ഷേ പുള്ളിക്കാരൻ ആ രീതിയിൽ നിഷ്കളങ്കനാണെന്നൊക്കെ കാണിച്ചിട്ട് ആ രീതിയിൽ റീച്ച് ഉണ്ടാക്കാനായിട്ടൊക്കെ ആയിരിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ വൃത്തിയൊക്കെ കാണിക്കുന്നത് പുള്ളിയുടെ യഥാർത്ഥ ലൈഫിൽ പുള്ളി അങ്ങനെയല്ലായിരിക്കാം. വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇച്ചിരി ഓവർ വൃത്തി കാണിക്കുന്നു, ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ റീച്ച് കിട്ടുമെന്നൊക്കെ പുള്ളിക്ക് അറിയാതിരിക്കാന്നല്ല, അറിയാം. അത് തന്നെയാണ് പരിപാടി. ആയിക്കോട്ടെ. പക്ഷേ നമ്മളൊരു വീഡിയോ കണ്ടിട്ട് ഇത് പൊട്ടത്തരമാണെങ്കിൽ നമ്മൾ അങ്ങനെ അങ്ങ് സംസാരിക്കുക, അല്ലെങ്കിൽ അതങ്ങ് വിട്ടേക്കുക. നമുക്ക് വേണ്ടെങ്കിൽ വേണ്ടെന്നങ്ങ് വെച്ചേക്കണം, ആ വഴി പോകണ്ടെന്നേ. അല്ലാതെ അതിനകത്ത് കയറിയിട്ട് ഇതുപോലെ ഈ മാന്യമല്ലാത്ത രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് പിടികിട്ടാത്തത്. എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെടത്തില്ലല്ലോ. ഇപ്പോൾ എൻ്റെ വീഡിയോയ്ക്കകത്ത് തന്നെ എവിടെയെല്ലാം എന്തൊക്കെയോ തെറി വിളികളും മുത്തിയുടെ മുത്തിക്കും എല്ലാം പറയാറുണ്ട്. ഞാനത് കാര്യമാക്കാറില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും വളർന്നു വന്ന സാഹചര്യം അതായിരിക്കാം. മനസ്സിലായോ? അച്ഛനും അമ്മയും വളർത്തി വിടുമ്പോഴത്തേക്കും സംസാര രീതിയൊക്കെ അവരുടെയൊക്കെ കേട്ടിട്ടായിരിക്കുമല്ലോ ആളുകൾ വളരുന്നത്. അപ്പോൾ അവരെ നമ്മൾ ഒരു കാരണവശാലും കുറ്റം പറയാൻ പാടില്ല. അവർ പറഞ്ഞോട്ടെ, നമ്മളത് ശ്രദ്ധിക്കേണ്ടെന്ന് വെക്കുക. ആ ഒരു സാധനം തന്നെയാണ് പുള്ളിയും ചെയ്യുന്നത്. പക്ഷേ ഈ റിയാക്ട് ചെയ്യുന്നവർ ഓർത്തോണം, നമ്മളൊരു വഴിയിലിറങ്ങി നിന്ന് തുണി പൊക്കി കാണിക്കുമ്പോഴത്തേക്കും തുണി പൊക്കി കാണിക്കുന്നവനാണ് നാണക്കേട്, അല്ലാതെ കണ്ടുകൊണ്ട് നിൽക്കുന്നവനല്ല. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും, പൊക്കിക്കോ എന്ന് പറയും. അത് എന്നാത്തിനാ? അതും കൂടെ ഒന്ന് ചിന്തിച്ചാൽ കൊള്ളാം. ഈ നടുറോട്ടിൽ ഇങ്ങനെ തുണി പൊക്കി കാണിക്കുന്ന ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ ഞാൻ മറ്റൊരു കാര്യം ഓർത്തെ. കുറേ വർഷങ്ങൾക്ക് മുമ്പേ പണ്ടൊക്കെ ഈ വഴി സൈഡിൽ അല്ലെങ്കിൽ കവലയിലൊക്കെ നിന്നുകൊണ്ട് ഈ പച്ച തെറി പറയുന്ന ആൾക്കാരുണ്ട്, അടിച്ച് പൂസായിട്ട്. പക്ഷെ അന്നേരം ആളുകൾ പറയുന്നത് എന്നാണെന്നറിയോ? അവൻ എന്നെ ഒരുത്തനാണെന്ന് ആളുകൾ പറയും. അവൻ എന്നെ വൃത്തികെട്ടാണ്, അവൻ്റെ വായിൽ നിന്ന് വീണ് വർത്താനൊക്കെ കിട്ടില്ലേ, അവൻ എന്നെ അലമ്പനാ, അവനെ കൊണ്ട് എന്തിനു കൊള്ളാം, അവൻ്റെ ഒന്നും കൂടത്തിൽ കൂടാൻ പറ്റുമല്ല, ഇങ്ങനെ ആളുകൾ പറയും. അതായത് അവരെ ആക്ഷേപിച്ചേ സംസാരിക്കാറുള്ളൂ. പക്ഷേ കാലഘട്ടം മാറിക്കഴിഞ്ഞപ്പോഴേ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി അറിയാം, ഒരു സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അലമ്പനായിട്ട് സംസാരിക്കുകയും ഏറ്റവും പച്ചത്തറി ഓപ്പണായിട്ടും പറയുന്നവരെ മാസാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് രോഹിത്തിൻ്റെ വിഷയത്തിലേക്ക് നേരെ തിരിച്ചു വരാം. ഗ്രീൻ ഹൗസ് ക്ലീനിങ് പുള്ളി പറയുന്നതിൽ ഞാൻ മുമ്പ് ആദ്യം പറഞ്ഞല്ലോ, 90% മണ്ടത്തരമായിരിക്കാമെന്ന്. അങ്ങനെ ഒരു പേര് ആയിപ്പോയത് കൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ പുള്ളി പറയുന്നത് ചില കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പം ലാസ്റ്റ് മറ്റേ ഈ വിരലൊറയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ.
അപ്പോൾ അതിനകത്ത് പുള്ളി തന്നെ ഉദ്ദേശിച്ചത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ റബ്ബറെല്ലാം കൂടെ നമ്മൾ കട്ട് ചെയ്യുന്നതിൻ്റെ അകത്തോട്ട് വീഴും. അത് നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുമ്പം ക്യാൻസർ ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. ക്യാൻസർ ഉണ്ടാവുമോ അല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഈ സാധനം കുറേ പഴയത് ആയി കഴിയുമ്പോൾ ഇങ്ങനെ കണ്ടിച്ച് ഈ റബ്ബർ പഴകിയത് കണ്ടിച്ച് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ വലിയ പീസൊക്കെ ആയിരിക്കും അതിനകത്ത് പോകുന്നത്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുമോ? നമ്മളിത് വിശ്വസിക്കണ്ട, റബ്ബർ തിന്നാച്ചാൽ പോരെ, കുഴപ്പമൊന്നുമില്ല. എനിക്ക് വിശ്വാസമില്ല ഇവൻ പറയുന്നത് അത് ശരിയായ നടപടിയില്ല. റബ്ബർ ഉള്ളിൽ പോയാലൊന്നും ഒരു കുഴപ്പമൊന്നും, ഈ ശകലം റബ്ബർ ഉള്ളിൽ പോയാലാണ് ഇപ്പോൾ എന്നാ സംഭവിക്കാനായിട്ടാണ് ഇന്നൊരു ചിന്താഗതിയാണ് എനിക്കെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങ് റബ്ബർ തിന്നോളൂ. അതുപോലെ തന്നെ ഈ കട്ടിംഗ് ബോർഡിൻ്റെ കാര്യമൊക്കെ ഈ ഗൂഗിളിൽ തന്നെ എടുത്ത് നോക്കിയാണ്. കട്ടിംഗ് ബോർഡ്, പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിംഗ് ബോർഡ് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ എന്ന് ഗൂഗിളിൽ ചുമ്മാ സെർച്ച് ചെയ്ത് നോക്ക്. നമ്മളായിട്ട് പറയേണ്ട കാര്യമില്ല, ഞാനായിട്ട് ഇനി പറയേണ്ട കാര്യമില്ല. ചുമ്മാ സെർച്ച് ചെയ്യും, എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോണല്ലോ. അപ്പോൾ അതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് ശകലിച്ചൊക്കെ അകത്ത് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, ചിലപ്പോൾ ഒരു പക്ഷേ അസുഖങ്ങൾ ഉണ്ടായിരിക്കാം എന്നൊക്കെയാണ് അതിൻ്റെ അകത്ത് പറയുന്നത്, പഠന റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ. നമ്മളിപ്പം ഒരാളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെല്ലാം കയറി അങ്ങോട്ട് തെറി പറഞ്ഞു, ഉടനെ പുറകെ വരുന്നവനും പോയി തെറി പറയുക. അവനും എന്നാൽ സ്വയമായിട്ട് ഇത് ശരിയാണോ, ഗൂഗിളുണ്ടല്ലോ എന്നെടുത്തൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലോ, അങ്ങനെ ചിന്തിക്കത്തില്ല. എല്ലാവരും തെറി പറയുന്നത്, അതുകൊണ്ട് ഞാനും തെറി പറയുന്നു. ഈ തിയേറ്ററിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആരെങ്കിലും 1-2 പേര് കൂവിയാൽ മതി, ഉടനെ കൂടത്തിൽ ഇരിക്കുന്നവനും അങ്ങ് കൂവിയേക്കുക. ഈ മൃഗങ്ങളുടെ സ്വഭാവമേ, ഈ കുറുക്കനൊക്കെ കൂവല്ലേ എന്ന് പറഞ്ഞ പോലെ ഇപ്പോഴും ചില മനുഷ്യരുടെ ഉള്ളിലുണ്ട്. അതായത് ഒരുത്തൻ കിടന്നാൽ ഊന്ന് കേൾക്കാൻ നോക്കിയിരിക്കുക, മറ്റവൻ അതൊന്നും അറിയണ്ട, എന്നാ സംഭവം എന്നറിയണ്ട, അവനും ആ കൂട്ടത്തിൽ അങ്ങ് കൂവിയേക്കുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞ പോലെയാണ് ഈ കമൻറ്റിൽ. അത് കമൻറ്റിൻ്റെ ഒരു പോക്ക് നോക്കി അറിയാം. കുറേ നല്ല പോസിറ്റീവ് കമൻറ്റുകളാണെന്ന് വെച്ചോ, നെഗറ്റീവായിട്ട് വരുന്നവൻ പോലും നോക്കുമ്പോൾ അയ്യോ ഇതിനകത്ത് മൊത്തം പോസിറ്റീവ് കമൻറ്റാണോ, ഞാൻ നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ പണിയാവും, അതുകൊണ്ട് അവൻ നെഗറ്റീവ് ഇടത്തില്ല. അതേസമയം അവൻ ഒരു പോസിറ്റീവ് ഇടാൻ വേണ്ടി വരിക, മൊത്തം നെഗറ്റീവ് കിടക്കുന്നത്, ചവറ് പോലെ മൊത്തം നെഗറ്റീവും തെറി വിളി. എല്ലാവരും തെറി വിളിക്കുന്നുണ്ടോ, എന്നാൽ ഞാനും കയറി തെറി വിളിച്ചേക്കാം. ഇതിൻ്റെ പുള്ളി പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും ഒരുത്തനും നോക്കുന്നില്ല. കൂടത്തുള്ളു എന്നുള്ളൊരു പാട്ട് കേട്ടില്ലേ, ആ സാധനം നടക്കുന്നത്. ചേട്ടാ ഞാനും ഒരുപാട് വേറെ വീഡിയോസൊക്കെ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്, സമ്മതിക്കുന്നു. എന്നും പറഞ്ഞുകൊണ്ട് ആ വ്യക്തി ജീവിതാവസാനം വരെ ഇനി കാണിക്കാൻ പോകുന്നത് മൊത്തം മണ്ടത്തരായിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു മുൻധാരണ പാടില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അദ്ദേഹം പറയുന്നത് ശ്രദ്ധിച്ചിട്ട് നല്ലതാണെങ്കിൽ എടുക്കുക, ചീത്തയാണെങ്കിൽ വിടുക. എല്ലാം കേൾക്കുന്ന, അതായത് വീഡിയോ പ്ലേ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവൻ പറയാൻ പോകുന്ന മണ്ടത്തരാണ്, ഇവൻ പറയാൻ പോകുന്ന പൊട്ടത്തരാണ്, അങ്ങനെയുള്ളൊരു സമീപനം ശരിയല്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നന്ദി, നമസ്കാരം, വന്ദനം.